ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തടസ്സം കൂടാതെ നടക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ ഉടൻ തന്നെ നേടുന്നതിനും പരീക്ഷാ ജയം നേടുന്നതിനും ഉടനടി ഫലപ്രാപ്തി നേടുന്നതിനും നമ്മൾ ഏതൊരു ദേവനെയാണ് ആശ്രയിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ദേവതയെയാണ് ആശ്രയിക്കേണ്ടത്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പൊതുവിൽ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്മേൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ദേവൻ നമുക്കറിയാം, അത് വിഘ്നേശ്വരനാണ്. ഈ ഒരു വീഡിയോയിൽ ആ ഒരു വിഘ്നേശ്വരനെ കൂടാതെ മറ്റേതൊരു ദേവനെ അല്ലെങ്കിൽ ദേവതയെ നമ്മൾ ആശ്രയിച്ചാലും വളരെ വേഗത്തിലുള്ള ഫലം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരിക്കലും ആ ഒരു പ്രഥമ സ്ഥാനം വിഘ്നേശ്വരന് തന്നെയാണ്. നമ്മൾ ആരംഭിക്കുന്ന ഏതൊരു പ്രവൃത്തിയും തടസ്സം കൂടാതെ അത് പൂർണ്ണമായി അതിൻ്റെ ഒരു ഫലപ്രാപ്തി നമ്മളിലേക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ആശ്രയിക്കേണ്ടുന്ന ദേവൻ ആ ഒരു വിഘ്നേശ്വര ഭഗവാനാണ്, അല്ലെങ്കിൽ ഗണപതി ഭഗവാനാണ്. വിഘ്നേശ്വര ഭഗവാന് ഇനി പറയുന്ന വഴിപാട് കഴിപ്പിച്ച്, അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു നോക്കൂ. തീർച്ചയായും അക്കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബുധനാഴ്ച ദിവസം വിഘ്നേശ്വര ഭഗവാൻ അല്ലെങ്കിൽ ഗണപതി ഭഗവാന് ഒരു കറുകമാല നിങ്ങൾ സമർപ്പിക്കുക. ഇതുകൂടാതെ ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ പ്രീതികരമായിട്ടുള്ള അവില് വഴിപാട് കൂടി സമർപ്പിക്കുമെങ്കിൽ, അതായത് ബുധനാഴ്ച ദിവസം അവില്, അതിനോടൊപ്പം തന്നെ കറുകമാല, ഇത് രണ്ടും നമ്മൾ വഴിപാട് സമർപ്പിച്ച് ഭഗവാനോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ഭഗവാന് തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. കൃത്യമായും ഭഗവാൻ നമുക്ക് ആഗ്രഹം നേടിത്തരിക തന്നെ ചെയ്യും. ഈ വഴിപാടിനോടൊപ്പം തന്നെ ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം 108 അല്ലെങ്കിൽ 1008 തവണ ജപം ചെയ്യുന്നതും ഇരട്ടി ഫലപ്രാപ്തിയെ നമുക്ക് നേടിത്തരും. ഈ വിഘ്നേശ്വരന് അവില് പ്രിയങ്കരമായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ടൊരിക്കല് യക്ഷരാജാവായ കുബേരൻ തന്റെ ധനികത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കി. സർവ്വരാജാക്കന്മാരെയും ഈ ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ച യക്ഷരാജാവായ കുബേരൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ശിവഭഗവാനെയും ആ ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ചു. കുബേരന്റെ ഈ ഒരു അഹങ്കാരം മനസ്സിലാക്കിയ പരമേശ്വരൻ തന്റെ പുത്രനായ മഹാഗണപതിയെയാണ് ആ ഒരു വിരുന്നിൽ പങ്കുകൊള്ളാനായിട്ട് അയച്ചത്. വിരുന്നിനായി ഒരുക്കി വെച്ച മുഴുവൻ ഭക്ഷണവും കഴിച്ചിട്ടും ഭഗവാന്റെ വിശപ്പ് മാത്രം മാറിയില്ല. വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാരോപിച്ച് ഗണപതി ഭഗവാൻ കുബേരന് നേരെ തിരിഞ്ഞു. കുബേരൻ ഒടുവിൽ കരഞ്ഞു വിളിച്ച് അവർ ശിവഭഗവാന്റെ മുന്നിൽ അഭയം പ്രാപിച്ചു. തുടർന്ന് തന്റെ തെറ്റു മനസ്സിലാക്കിയ ആ ഒരു കുബേര ഭഗവാൻ ശിവഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ആ സമയം തന്നെ പരമേശ്വരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി അവില് വിഘ്നേശ്വരന് നൽകി. അത് കഴിച്ച ഗണപതിയുടെ ആ ഒരു വിശപ്പ് തൽക്ഷണം അവസാനിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ കുംഭ നിറയ്ക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു വയറ് നിറയ്ക്കുവാൻ, ഭഗവാന്റെ വിശപ്പിനെ തൃപ്തമാക്കുവാൻ പര്യാപ്തമായ ഭക്ഷ്യവിഭവമാണ് അവില്. ഉണ്ട നിറഞ്ഞ സംതൃപ്തനായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ആ ഒരു ഭക്ഷണം തന്നയാൾ എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കുമല്ലേ. അതുപോലെ ഭഗവാൻ ഉണ്ട് തൃപ്തനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു വിശപ്പിനെ ശമിപ്പിക്കാൻ പര്യാപ്തമാർന്ന ഈ ഒരു അവില് ഭക്ഷിച്ച് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഭഗവാനോട് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഭഗവാൻ ആഗ്രഹം നടത്തിത്തരും. ഇപ്പോൾ ബുധനാഴ്ച ഭഗവാന് നമ്മൾ കറുകമാല, ഓം ഗം ഗണപതയെ എന്നുള്ള ആ ഒരു മന്ത്രജപം 108 അല്ലെങ്കിൽ 1008 ഒരു ജപം, അതിനോടൊപ്പം തന്നെ അവില് നിവേദ്യം കൂടി സമർപ്പിക്കുമെങ്കിൽ നമ്മൾ ഭഗവാനോട് പറയുന്ന എന്ത് ആഗ്രഹമായിരുന്നാലും ആ ആഗ്രഹം ഉടനടി ഭഗവാൻ നടത്തിത്തരും. ഇനി രണ്ടാമത്തെ ആ ഒരു ദേവൻ എന്ന് പറയുന്നത് മനമുരുകി വിളിക്കുന്ന ഭക്തന് വായുവേഗത്തില് അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്ന ഒരു ദേവനാണ് ഹനുമാൻ സ്വാമി, അല്ലെങ്കിൽ ആഞ്ജനേയ ഭഗവാൻ. നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും വളരെ വേഗം നടക്കുന്നതിന് നമ്മൾ ഹനുമാൻ സ്വാമിയെ സമീപിച്ചാൽ മതിയാകും. സന്താന സൗഭാഗ്യമായിക്കോട്ടെ, തൊഴിൽ പുരോഗതി ആയിക്കോട്ടെ, വിദ്യാവിജയമായിക്കോട്ടെ, ഇങ്ങനെ എന്ത് പ്രശ്നമായിരുന്നാലും ഭഗവാനോട് നമ്മൾ കാര്യം പറയുമെങ്കിൽ വായുവേഗത്തിൽ അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ഭഗവാൻ അനുഗ്രഹമായിട്ട് നൽകും. ഭഗവാനും ഏറ്റവും വിശേഷമാർന്ന ചില വഴിപാടുകളുണ്ട്. ഈ വഴിപാടുകൾ കൂടി നടത്തി നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറയുമെങ്കിൽ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ ഭഗവാൻ ഒരിക്കലും തട്ടുവാൻ സാധിക്കുകയില്ല. ഭഗവാൻ അത് നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും. അപ്പൊ ഹനുമാന് വിശേഷമാർന്ന 2 വഴിപാടുകളുണ്ട്.
ഈ 2 വഴിപാടുകളും നിങ്ങൾ ചെയ്തോളൂ. ശേഷം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന് മുന്നിൽ പറഞ്ഞോളൂ. ഇനി ഈ 2 വഴിപാടുകളിൽ ഒരു വഴിപാട് കഴിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഭഗവാനോട് ഈ ഒരു ആഗ്രഹം പറയുന്നതെങ്കിൽ പോലും ഭഗവാൻ അത് നേടിത്തരും. അതിലൊന്ന് വെറ്റിലമാല. ഈ വെറ്റിലമാല നമ്മൾ വഴിപാട് കഴിപ്പിക്കുമ്പോൾ ചെറിയ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് ഞാൻ വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗത്ത് പറയാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം കിട്ടും. അതുപോലെ മറ്റൊന്ന് സിന്ദൂരം ചാർത്തലാണ്. ഭഗവാൻ കുങ്കുമാർച്ചന അല്ലെങ്കിൽ സിന്ദൂരം ചാർത്തല് അതിവിശേഷമാർന്ന മറ്റൊരു വഴിപാടാണ്. ഈ ഹനുമാന് സിന്ദൂരം ചാർത്തൽ അല്ലെങ്കിൽ കുങ്കുമാർച്ചന വിശേഷമായി തീർന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. ഒരിക്കല് സീതാദേവി സീമന്തത്തിൽ സിന്ദൂരം ചാർത്തിരിക്കുന്നത് കണ്ടിട്ട് ഹനുമാൻ കൗതുകമായി. ഹനുമാൻ സീതാദേവിയോട് ചോദിച്ചു, അല്ലയോ ദേവി, എന്തിനാണ് ഇങ്ങനെ തിരുനെറ്റിയിൽ അല്ലെങ്കിൽ സീമന്തത്തിൽ അവിടുന്ന് സിന്ദൂരം അണിഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിന് മറുപടിയായിട്ട് ആ ഒരു സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, തൻ്റെ സ്വാമിയായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ പതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ദീർഘായുസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തൻ്റെ പതിയോടുള്ള ഭക്തിയും സ്നേഹവും അതിൻ്റെയൊക്കെ സൂചനയായിട്ടാണ് ഞാൻ ഈ ഒരു സിന്ദൂരം ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത്. അപ്രകാരം സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനും സീതാദേവിയും കാണുന്നത് ദേഹമാസകലം ആ ഒരു കുങ്കുമം പൂശി വരുന്ന ഹനുമാൻ സ്വാമിയെയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ആശ്ചര്യമായിട്ട് ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയോട് ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇതിന് മറുപടിയായിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ പതിയായ ശ്രീരാമചന്ദ്ര സ്വാമിയോടുള്ള ആദരവിന്റെയും ഭക്തിയുടെയും ആ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ദേഹമാസകലം ഇങ്ങനെ കുങ്കുമം പൂശിയിരിക്കുന്നത് എന്ന്. അപ്പൊ ഈ ഒരു ചരിത്ര സംഭവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഈ ഒരു കുങ്കുമാർച്ചന അല്ലെങ്കിൽ സിന്ദൂര അർച്ചന വഴിപാടായിട്ട് ഭക്തരായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഭഗവാന് ഏറെ വിശേഷമാർന്ന അല്ലെങ്കിൽ ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാടാണിത്. അപ്പോൾ ഈ വഴിപാട് നടത്തിയിട്ട് നമ്മൾ ഭഗവാനോട് എന്ത് ആവശ്യം പറഞ്ഞാലും വായുവേഗത്തിൽ നമുക്ക് ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരും. നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ അത് നേടിത്തരാതിരിക്കാൻ സ്വാമിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇതുപോലെ വിശേഷമാർന്ന ഒന്നാണ് വെറ്റിലമാല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഹനുമാൻ സ്വാമിക്ക് ആദ്യമായിട്ട് വെറ്റിലമാല സമർപ്പിക്കുന്നത് അവർ സീതാദേവിയാണ്, അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ഈ വെറ്റിലമാല ചാർത്തുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എത്ര വയസ്സായോ അത്രയും വെറ്റില കോർത്തിട്ടുള്ള ആ ഒരു മാലയാണ് നമ്മൾ ഭഗവാന്റെ തൃക്കണ്ഠത്തിൽ ചാർത്തുവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടത്. അപ്പം നമുക്ക് 30 വയസ്സായെങ്കിൽ 30 വെറ്റിലകൾ കോർത്തെടുത്ത് ആ ഒരു മാല ഭഗവാന് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ 2 ദേവന്മാർക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വഴിപാട് ചെയ്യുമെങ്കിൽ നമ്മൾ ആ ഭഗവാനോട് പറയുന്ന കാര്യം എന്തായിരുന്നാലും അത് നടന്നിരിക്കും. ആ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ഈ ഈശ്വരന്മാർക്ക് അത് തട്ടുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അനുചിതമല്ലാത്ത ഒരു ആഗ്രഹവും ഈ വഴിപാട് ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുവാൻ പാടില്ല. ഒപ്പം തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. ഇനി പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുകയാണ്, PSC പോലെയൊക്കെയുള്ള മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ വെളുത്ത പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ശ്രീരാമജയം എന്ന് ഒരു 108 തവണയോ 1008 തവണയോ എഴുതി അത് മാലയാക്കി ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുന്നത് പെട്ടെന്നുള്ള ഫലത്തെ നമുക്ക് നേടിത്തരും. അപ്പൊ നമ്മൾ ഇന്ന് ഈ മനസ്സിലാക്കിയ വഴിപാടുകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരുന്ന വഴിപാടുകളാണ്. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ വഴിപാടുകൾ ചെയ്തോളൂ. നിങ്ങൾക്കിത് ഉറപ്പായ ഫലത്തെ നേടിത്തരും. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.